എൻ്റെ പേര് ബിനു. ഞാൻ നരണ സ്വദേശിയാണ്. ആദ്യമായിട്ട് ഈ അൾത്താരയുടെ തിരുസന്നിധി ഇന്ന് പ്രാർത്ഥിപ്പാനും ഉടമ്പടി സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ച പരിശുദ്ധ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുകയാണ്. എൻ്റെ മദ്യപാനം നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ പല വിധത്തിൽ എൻ്റെ മദ്യപാനം നിർത്തുവാൻ നോക്കിയിട്ടും എനിക്കത് നടന്നിട്ടില്ല. 30 വർഷത്തോളവും മദ്യപാനമായിരുന്നു. സ്ഥിരമായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തുകയുമില്ല. ആ രീതിയിലായി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മദ്യപാനം എനിക്ക് അവസാനിപ്പിക്കണം എന്നെനിക്ക് ചിന്തയുണ്ട്. ഒരു തരത്തിൽ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. അത് ഒരു 3-4 മാസമൊക്കെ ഞാൻ നിർത്തിയേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ തുടങ്ങും. ഇവിടെ വെച്ചല്ല എൻ്റെ ദുരനുഭവം തുടങ്ങുന്നത്. കുവൈറ്റിൻ്റെ പ്രദേശത്ത് വെച്ചാണ്. 2014 ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മദ്യപിച്ചത് ഞാൻ പിന്നെ ഒരാഴ്ചക്കാലവും മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് പോകാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും. പക്ഷേ അങ്ങനെ ആ കമ്പനിയിലെ മാനേജറും ആൾക്കാരും ഒക്കെ വന്ന് എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി വേറെ റൂമിലാക്കി. ഞാൻ പിന്നെ ഒരു 3-4 ദിവസത്തോളം മദ്യപിച്ചിട്ടില്ല. ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ വൈകിട്ട് ഒരു 6 മണി ആയി, സന്ധ്യയായി 6 മണി ആയപ്പോൾ ഞാൻ പുതിയ റൂമിലാണ്, എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ റൂമിൻ്റെ ജനലിൻ്റെ വാതിക്കലിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു രൂപം കാണുകയാണ്. എന്ത് രൂപമെന്ന് ചോദിച്ചാൽ ഒരു പൈശാചിക രൂപമാണ് ഞാൻ കാണുന്നത്. എന്നെ മാടി വിളിക്കുകയാണത്. പക്ഷേ എനിക്കത് ഭയമായി. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ താഴെ ചെല്ലും, റോഡിൽ ചെന്ന് നോക്കുമ്പോൾ അതിനെ കാണത്തില്ല. വീണ്ടും ഞാൻ റൂമിൻ്റെ മണ്ടയ്ക്ക് കയറും, റൂമിൽ ചെന്ന് അവിടെ തന്നെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് കാണാമത്. ഞാൻ എൻ്റെ റൂമിലുള്ളവരോടെല്ലാം പറഞ്ഞു. റൂമിലുള്ളവരെല്ലാം മുസ്ലിംസാണ്, അതും മലയാളികളല്ല, എല്ലാ ഹിന്ദിക്കാരുമാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്രയും ദിവസം മദ്യപിച്ച് കിടന്നില്ലേ, അതിൻ്റെ ഒരു തോന്നലാണ് എന്നോട് പറഞ്ഞു. ഒരു പക്ഷേ ശരിയാ. പക്ഷേ എനിക്ക് ആ സന്ധ്യയാകും തോറും എനിക്ക് ആ രൂപം എൻ്റെ മുമ്പാകെ അടുത്തടുത്ത് വരികയാണ്. എൻ്റെ ജനലിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടാകും. ഞാൻ ആ ബൈബിള് എൻ്റെ തലയണക്കീഴിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ എളുപ്പമെന്ന് ചാടി ആ ബൈബിൾ എടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും ഞാൻ എന്തുമാത്രം ഇതിനെ കെട്ടിപ്പിടിക്കുന്നോ അത്രയും ദൂരത്തേക്ക് ഇത് പോവുകയാണ്. എന്തുമാത്രം ഞാൻ ഇതെന്ന് വിടുന്നോ അതനുസരിച്ച് അത് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നും നോക്കിയില്ല. സന്ധ്യ ഇരുട്ടും തോറും ഞാനങ്ങ് ആഹപ്പാടെ പരവശനായി. എനിക്കൊരു വലിയ ബുദ്ധിമുട്ട്, ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു ചിന്തയാണ്. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ആ ഗ്ലാസ് തുറന്നു, ബൈബിളും കെട്ടിപ്പിടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ റൂമിലുള്ളവർക്ക് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകാമെന്ന് മനസ്സിലായി. അവരോടി വന്നു. ഞാൻ അവരെ തട്ടി മാറ്റി ജനലിൻ്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് ചാടിയാൽ എനിക്ക് താഴെ വീഴാൻ പറ്റില്ല. അവരെൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചു, എന്നെ തൂക്കിയിട്ടിരിക്കുക ജനലയിൽ. ഞാൻ ഷർട്ട് വലിച്ചു കീറി നേരെ താഴോട്ട് ചാടി. 2 നിലയുടെ മണ്ടയ്ക്കൊന്ന് ചാടിയാൽ ഞാൻ നേരെ കുത്തി വീണു. എൻ്റെ കാലൊടിഞ്ഞു, പല്ല് 3 ഇളകിപ്പോയി. ഉടനെ എന്നെ ആംബുലൻസിനെ വിളിച്ചു, മാനേജർ വന്നു, ഉടനെ ഹോസ്പിറ്റലിൽ കയറ്റി. പക്ഷേ ഞാൻ ഈ വേദനയോ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കിടത്തുമ്പോൾ ഞാൻ കാണുന്നത് വിശുദ്ധ ദേവാലയങ്ങളും അലങ്കരിച്ചിരിക്കുന്ന മാത്രമാണ് കാണുന്നത്. അത് കാണുമ്പോൾ മണിയടിക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. തിരിവിളക്കുകൾ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം. വരുന്നവരെല്ലാം എന്നോട് ചോദിക്കുന്നു എന്ത് പറ്റി. ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ ചുറ്റും പള്ളികളാണല്ലോ എന്ന് പറയും. അവസാനം അവിടുന്ന് ഒരു ഡോക്ടറെ, മലയാളി ഡോക്ടർ, ഒരു ഇംഗ്ലീഷുകാരിയെ കൗൺസിലിങ്ങിന് എന്നെ എടുത്തു. എന്നോട് മലയാളത്തിൽ തർജ്ജമ നേഴ്സിനെയും തന്നു. ഞാൻ തർജ്ജമയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാനൊരു രൂപം കണ്ടു. ആ രൂപം ഞാൻ അടുക്കും തോറും എന്നെ പിടിക്കാനായിട്ട് വരികയാണ്. ആ പേടിയിലാണ് ഞാൻ എടുത്ത് ചാടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കാര്യം അവരൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റിലൊക്കെ നടന്നു. ഒരു 3-4 ദിവസം
2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഓപ്പറേഷൻ ചെയ്യുന്ന കാലിന്. അതുവരെ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഞാനൊന്നും അറിയുന്നില്ല, വേദന അറിയുന്നില്ല, എൻ്റെ കാലനക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെ ഉണ്ട്. അവർ കുടുംബമായിട്ട് അവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലാണ് പാപ്പ, എൻ്റെ ചുറ്റിനും അപ്പോഴും ഞാൻ കാണുന്നത് പള്ളികളാണ്, ഈ മണിയാണ്. പക്ഷേ എനിക്ക് ഈ കൃപാസനം എന്ന ഇതറിയത്തില്ലായിരുന്നു. ഞാൻ അവിടുന്ന് എൻ്റെ ഓപ്പറേഷനും ചികിത്സയെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രെച്ചറിലാണ് വരുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിൽ വന്ന് വീണ്ടും തിരുവല്ല ഹോസ്പിറ്റലിൽ കയറി എൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, സ്റ്റിച്ച് എടുക്കാൻ പറ്റില്ല, നിൻ്റെ കാലിനും മാംസം ഇവിടെ കിളിക്കുന്നില്ല, ഒരു മജ്ജ എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. അവിടെ ഒരാഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്നു 3-4 മാസം. അപ്പം മദ്യപാനമൊന്നുമില്ല. വീട്ടിൽ വന്ന് ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണ്. പെയ്യെ എഴുന്നേൽക്കാൻ തുടങ്ങി. വീണ്ടും എനിക്ക് മദ്യപിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. മാതാപിതാക്കൾക്ക് വിഷമമാകാൻ തുടങ്ങി, സഹോദരങ്ങൾക്ക് വിഷമം തുടങ്ങി. ഈ പൈതലിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ 2ാമത്തെ മകൻ, അവനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ചാടുമ്പോൾ എടുത്ത് ചാടിപ്പം പറഞ്ഞു, തമ്പുരാനോട് പറഞ്ഞ് ചാടിയത് ഒരു കാര്യമുള്ളൂ, എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണമെന്ന്. അത് പറഞ്ഞാൽ ഞാൻ ചാടിയത്. പക്ഷേ സംഭവിച്ചു. വീട്ടിൽ വന്ന് എല്ലാം കഴിഞ്ഞ് വീണ്ടും മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ചക്കാലം മദ്യപിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരാഴ്ചക്കാലം ഒന്നും പോകാതെ മദ്യപിക്കുക തന്നെ ചെയ്യും. അത് കിട്ടുകയും ചെയ്യും എവിടുന്നെങ്കിലുമൊക്കെ. പക്ഷേ മദ്യപിച്ച് കിടക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപാനമില്ലാതെ 2 ദിവസം കിടക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു ഭയമാണ്. ഒരു രാത്രി ഇതുപോലെ കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫൂടെ കിടക്കുമ്പോൾ, വൈഫ് മലങ്കര കത്തോലിക്കയാണ്, ഞാൻ ഓർത്തഡോക്സുകാരനാണ്. ജപമാല ചൊല്ലുകയും മാതാവിനെ ചൊല്ലുകയും. പക്ഷേ എനിക്ക് കൃപാസനോ ഉടമ്പടിയോ ഒന്നും എനിക്ക് അറിയത്തില്ല. രാത്രി കിടക്കുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. കണ്ണടയ്ക്കും, ഉറക്കം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഒരു കുഴിയിലോട്ട് ഒന്ന് വീഴുന്ന പോലാണ്. അങ്ങനെ കുറേ നേരം ഞാൻ വീണ്ടും കിടക്കും. എൻ്റെ തോന്നലാന്ന് കണ്ട് ഞാൻ വീണ്ടും കിടന്നു. കണ്ണ് മയക്കുമ്പോഴത്തേക്ക് ഏതോ പടുകുഴിയിലേക്ക് വീണ്ടും ചെന്ന് വീഴും. ചാടി എണ്ണിച്ച് വൈഫിനെ വിളിച്ചു പറഞ്ഞു. അപ്പം എൻ്റെ ചെവിയിൽ ആരോ വന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ, ഉടമ്പടി. അത്രയേ ഉള്ളൂ, ഒറ്റ വാക്കുകൾ, ഉടമ്പടി എന്ന് കേട്ടു. ഞാൻ ഉടനെ ഇവിടെ വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എന്നാരോ എൻ്റെ ചെവി പറയുന്നു. അപ്പം വൈഫ് പറഞ്ഞു, ഇതുപോലെ ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വൈഫ് അതിൻ്റെ ഇതൊക്കെ കേൾക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പം വൈഫ് പറഞ്ഞു, നമുക്ക് ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കാം. ഞാൻ അങ്ങനെ 15/5/22 ഇവിടെ വന്ന് ഞാൻ വൈഫും കൂടെ ചേർന്നാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഭവനം മാറി ഭവനത്തിലോട്ട് താമസം തുടങ്ങി 5-6 മാസം കഴിഞ്ഞ് ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ പിന്നെയും എനിക്ക് മദ്യപിക്കാൻ അവസരം വന്നു. അവസരമല്ല, ഞാൻ അന്വേഷിച്ചതാണെന്ന് പറയാം. അങ്ങനെ വീണ്ടും മദ്യപിച്ചപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. മദ്യപിക്കുമ്പോൾ ഞാൻ ഒന്നും അറിയുന്നില്ല. മദ്യപിക്കാതെ 2 ദിവസം 3 ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനുണ്ടാക്കുന്ന ടെൻഷൻ ചത്ത് കിടക്കുന്ന പോലുള്ളൊരു ടെൻഷനാണ്. ഭാര്യയടമ്പ് എനിക്ക് വിടാൻ പറ്റുന്നില്ല, ആരെയും വിടാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ആരൊക്കെയോ വേണമെന്നൊരു തോന്നൽ. ഇരുന്ന് ചിന്തിച്ചു, ആലോചിച്ചു, എൻ്റെ ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനില്ലാതായി പോവും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എന്നും പിരിയുന്നതും. അന്ന് ഞാൻ ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ മുറിയിലോട്ട് കടക്കുമ്പോൾ, ആദ്യത്തെ മുറിയിലോട്ട് ഞാൻ കടന്നപ്പോൾ കാണുന്നത് ഈ രൂപമാണ്. 2ാമത്തെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ആ രൂപമാണ്. അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ ആ രൂപമാണ്. ഞാൻ എവിടെ പോയാലും ഈ രൂപം എൻ്റെ പുറകെ. ഞാൻ വൈഫിനോട് പറഞ്ഞു, പറ്റില്ല, മാതാവ് എന്നെ വിടത്തില്ല. മാതാവ് പറഞ്ഞു, നീ മദ്യപിക്കാനും നിന്നെ ഞാൻ വിടത്തില്ലെന്നെ എൻ്റെ മനസ്സിലുറപ്പിച്ചു. എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, പ്രാർത്ഥന
ബൈബിളിലെ വാക്യങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ തൊട്ടറിഞ്ഞ് വായിക്കുവാൻ തുടങ്ങി. ആ അനുഭവം ഞാൻ എടുക്കുന്ന ഏതെടുത്താലും ഞാൻ ചെയ്ത പ്രവർത്തികൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് ക്ഷമ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ഈ 2 വർഷക്കാലം കൊണ്ട് മദ്യം എന്ന സാധനം എനിക്ക് കാണുമ്പോൾ എന്തോ ഒരു ഭയമാണ്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും, ഈ ഒരു സാധനം നമുക്കൊരിക്കലും കുടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ, കുടിക്കാതെ കിട്ടുമ്പോൾ നമ്മളുണ്ടാകുന്ന അനുഭവം ഞാൻ വിവരിച്ച് പറഞ്ഞു കൊടുത്തു. ഓരോരുത്തർക്കും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വന്നിട്ടുമുണ്ട് ഓരോരുത്തർ. ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ അടിയൻ കുടുംബം ജീവിച്ചു പോകുന്നു. ഇപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ അറിയുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾ ആ സമയത്ത് ദൈവം തമ്പുരാൻ നല്ലപോലെ നടത്തി തരുന്നു. ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എനിക്ക് നടത്തി തരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിൽ ഇതുവരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ നമ്മുടെ മുമ്പിൽ കൈ നീട്ടാൻ വരുന്നവരെ ഞാൻ തള്ളിക്കളയാറില്ല. എൻ്റെ ഉള്ളത് കൊടുത്ത് ഞാൻ സഹായിക്കും. പേപ്പറുകൾ, ഇവിടുന്ന് മേടിക്കുന്ന പേപ്പറുകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഒരു കവർ പേപ്പർ മേടിച്ച് എൻ്റെ ബാഗിലിട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് വരുന്ന ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. അതുപോലെ തിരിച്ചും ഓരോരുത്തർ, ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്, ഓരോരുത്തർ ഇതുപോലെ കൃപാസനത്തിൽ വന്നേച്ചാൽ അവർ പെട്രോൾ അടിക്കാൻ ചിലപ്പോൾ വരുന്നത്. ഞാൻ അവരെ ഡിക്കി തുറക്കുമ്പോൾ അവരുടെ പേപ്പർ കാണും. അപ്പം ഞാൻ ചോദിച്ച് മേടിക്കും. ഒരു പേപ്പർ മേടിച്ചേച്ച് ഞാൻ പറയും, ഞാൻ എൻ്റെ എല്ലാ ആൾക്കാരോടും പ്രാർത്ഥിച്ചു പറയും, നിങ്ങളിത് വായിക്കണം. വായിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഞാൻ കണ്ട രൂപം നിങ്ങളും കാണും. നിങ്ങൾ നിങ്ങൾ ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. എൻ്റെ അനുഭവം ഇതല്ല എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇപ്പം എൻ്റെ അനിയത്തിയുണ്ട്, 10 വർഷക്കാലമായ കുഞ്ഞില്ലായിരുന്നിട്ട് എൻ്റെ അനിയൻ്റെ, അത് അവർ പറയും ഞാൻ ചെയ്യുന്ന ഇനിയും തുടർന്ന് എനിക്ക് നല്ല രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുരുവാനും ഒരാനും കോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ലിബിന, ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമായി. 9ാമത്തെ വർഷത്തിൽ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ ഒരു അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് തന്ന അവസരത്തെ, അനുഗ്രഹത്തെ ഓർത്ത് 1000 നന്ദി കരയേറ്റുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂൺ മാസമാണ്. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. 5 വർഷമായപ്പോഴത്തേന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അജാദിന് അവിടുത്തെ ജോലി ക്യാൻസലാക്കി നാട്ടിൽ വന്ന് ഏകദേശം 1 വർഷമാകാറായപ്പോൾ ജനുവരി മാസത്തിൽ, അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ്, ജനുവരി മാസത്തിൽ ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് അറിഞ്ഞു. ഒരുപാട് സന്തോഷമായിരുന്നു അന്നേരം. പക്ഷെങ്കിൽ ഒരു 2.5 മാസമായപ്പോൾ എനിക്ക് ഭയങ്കരമായ വയറുവേദനയുണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ട്യൂബിലാണ് പ്രഗ്നൻസി. അങ്ങനെ അത് എൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിലെല്ലാം ചികിത്സയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022, ആ വർഷം തന്നെ 2022 ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 മെയ് മാസം ഇതുപോലെ ഞാൻ പ്രഗ്നൻ്റായി വീണ്ടും. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ അത് അബോർഷനായി വീണ്ടും പോയി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ ദിവസവും വിശുദ്ധ തൈലം വയറിൽ 3 പ്രാവശ്യം കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. വൈകിട്ടും അതുപോലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഞാനും പറയാനുള്ളത്, ആദ്യം ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവിൻ്റെ നിത്യാരാധന സ്ഥലത്തേക്കുള്ള പ്രദക്ഷിണത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഓർക്കപ്പുറത്ത് എനിക്ക് കിട്ടുന്നത് എൻ്റെ മാതാവിൻ്റെ പേടകമായിരുന്നു എൻ്റെ കൈ കിട്ടുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ വിശ്വസിച്ചു, കാരണം മാതാവിനെ കൈവിടുകയില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡായാലും ഓരോ സമയം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ
സങ്കടപ്പെടുമ്പോഴൊക്കെ ഒത്തിരി ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പം ഓരോരുത്തരിങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് കരയേറുവാനായിട്ട് പറ്റണമെന്ന്. അതേതായാലും മാതാവ് 9ാമത്തെ വർഷത്തിൽ, അപ്പോൾ വീണ്ടും എനിക്ക് 2023 സെപ്റ്റംബറിൽ വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ആ സമയത്ത് നമ്മുടെ 8 നോയമ്പിൻ്റെ സമയമൊക്കെ ആയിരുന്നു. ആ ടൈമിൽ 8 ദിവസം ഞാൻ നോയമ്പ് അനുഷ്ഠിച്ചു. എന്നും പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ 9ാം മാസത്തിൽ വീണ്ടും സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഞാൻ അറിയുന്നു പ്രഗ്നൻ്റ് ആണെന്ന്. എന്നാൽ അത് വീണ്ടും 1.5 മാസമായപ്പോഴത്തേന് വീണ്ടും അത് ബ്ലീഡിങ് ആയിപ്പോയി. എങ്കിലും വിഷമം ഉണ്ടായെങ്കിലും എനിക്ക് കുറച്ച് വിശ്വാസമായിരുന്നു തരുമെന്നുള്ളത് ഈശോ. അങ്ങനെ കൂടുതലായി ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 2024 മാർച്ച് മാസം നൊയമ്പിൻ്റെയൊക്കെ അവസരത്തിലാണ് പള്ളിയിലെല്ലാം പോയി ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇതുപോലെ ഞാൻ വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്ന് കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം നോർമലാണെന്ന് മനസ്സിലായി. എന്നാലും എന്നും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എൻ്റെ ആഹാരത്തിൽ, അല്ലെങ്കിൽ ഉപ്പൊക്കെ ആണെങ്കിലും ഞാൻ ഒരു നുള്ളെടുത്ത് എന്നും രാവിലെ ഞാൻ കഴിക്കുമായിരുന്നു. അന്നേരവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപ്പൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. 5ാം മാസം ഇതുപോലെ അബ്നോർമലി 5ാം മാസത്തെ സ്കാനിങ് ഉണ്ടല്ലോ, അതിൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെയർസ് ലെങ്ത് ഇച്ചിരി കുറവാണ്, അപ്പോൾ മിക്കവാറും സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് വിഷമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 3ാം മാസത്തിലൊക്കെ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് ചേച്ചിയോട് എപ്പോഴും ഞാൻ വിളിച്ച് പറയുമ്പോൾ ചേച്ചി എന്നോട് പറയും, നീ തൈലം പുരട്ടി പ്രാർത്ഥിക്ക്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, മാതാവ് ഒന്നും വരുത്തുകയില്ല. അങ്ങനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഡെയിലി ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ബ്ലീഡിങ് കാണുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വയറെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അബ്നോർമലി സ്കാനിങ് ചെയ്തപ്പോഴത്തേന് ലെങ്ത് കുറവാന്ന് പറഞ്ഞു, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. എങ്കിലും 9ാം മാസത്തിൽ ഒരു കുഴപ്പവും കൂടാതെ സ്റ്റിച്ച് ഇടേണ്ട ഒന്നും വന്നില്ല. നോർമലായിട്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് 11-ാം തീയതി ഡോക്ടർ ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറയാം ഡേറ്റ് എന്നാന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ടൈമിലും എനിക്ക് ചെറിയ വയറുവേദനയും ചെറിയ വയറിന് മുറുക്കമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ചെറിയൊരു കുഞ്ഞിന് ബ്രീത്തിന് ഭയങ്കരമായിട്ട് ഇടിപ്പ് തോന്നുന്നു. അതിനെയും പുക്കിൾ കൂടി ചുറ്റിയതാണോ എന്നറിയത്തില്ല. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനിയും വീട്ടിലോട്ട് പോവേണ്ട, ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആകണം, നമുക്ക് നോക്കാം, നോർമൽ ഡെലിവറി നടക്കുമോയെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ എന്നെ അഡ്മിറ്റാക്കി. അന്ന് വെളുപ്പിന് 4 മണിക്ക് എന്നെ ലേബർ റൂമിൽ കയറ്റി. അവിടെ കയറി ഒരുപാട് വേദനയുണ്ടായെങ്കിലും പരിശുദ്ധ അമ്മ അവിടെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പ്രാർത്ഥനയുടെ കുറേ പേപ്പറുകളൊക്കെ എൻ്റെ തന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കൂടുതലും ഞാൻ മാതാവിനെ ഈ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4 മണിയായപ്പോൾ എന്നെ ലേബർ റൂമിൽ കയറ്റി. 7:50 ആയപ്പോഴത്തേന് എനിക്ക് നോർമൽ ഡെലിവറി നടത്തി. മാതാവും ഈശോയും ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ജോലിയില്ല, ഹസ്ബൻഡിന് ജോലിയുണ്ട്. ഹസ്ബൻഡിൻ്റെ വരുമാനത്തിൽ നിന്ന് മറ്റുള്ളവരെ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രവും അതുപോലെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങളുടെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ആധ്യാത്മികമായിട്ട് അരമണിക്കൂർ, ഇപ്പോൾ ഇതിൽ തന്നെ ഉടമ്പടിയിൽ തന്നെ ഉള്ളതാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്, അത് ചെയ്യുന്നുണ്ട്. പിന്നീട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ആധ്യാത്മികമായിട്ട് വളർച്ച എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഈ തന്ന ദാനത്തെ ഓർത്ത് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടി നന്ദി പറഞ്ഞതുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി കരയറ്റുന്നു.